ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസിൽ അതിനെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കൺസർവേഷൻ എഫേർട്ടുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു എവിഡൻസ് ബേസ്ഡ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചുകൾ നടത്തുമ്പോൾ ഈ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിനെ 2 ജനറ്റിക്കലി ഡിസ്റ്റന്റുകളായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് എന്ന് പറയുന്ന ആമകൾക്ക് തന്നെ 2 ഗ്രൂപ്പുകളുണ്ട്. നോർത്ത് വെസ്റ്റിലുള്ള ഗ്രൂപ്പിന്റെ ജനറ്റിക് വെറൈറ്റിയും സൗത്ത് ഇന്ത്യയിലുള്ള ഗ്രൂപ്പിന്റെ വെറൈറ്റിയും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിസർച്ചേഴ്സ് ഇതിന്റെ ടിഷ്യൂ സാമ്പിൾസ് കളക്ട് ചെയ്യുകയും ജനറ്റിക് ഡിഫറൻസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ആമകളെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് കൺസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. കാരണം ഈ 2 സ്പീഷീസുകളെയും ബാധിക്കുന്ന റിസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി അനുസരിച്ച് വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ രണ്ടിനും ഒരേപോലുള്ള കൺസർവേഷൻ എഫേർട്ടുകൾ എടുക്കുക, ഒന്നിച്ചുള്ള മിക്സഡ് ആയിട്ടുള്ള കൺസർവേഷൻ എഫേർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആവില്ല എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജീവി ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ് ആണ്. കാണാൻ ഇതുപോലെയാവും. നക്ഷത്ര ആമ എന്നൊക്കെ വിളിക്കും. നക്ഷത്ര ആമ എന്ന് വിളിക്കും. അതായത് ഇതിന്റെ മുകളിൽ നക്ഷത്രത്തെ പോലെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നക്ഷത്ര ആമ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഇതിന്റെ അപ്പിയറൻസ് ആണ് ഇതിനെ ഭയങ്കരമായിട്ട് ഇതിന്റെ ഷെല്ലിന് യെല്ലോ സ്റ്റാർ ലൈക്ക് പാറ്റേൺസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അരിഡ് റീജിയൻസിൽ, അധികം വെള്ളം ഇല്ലാത്ത റീജിയൻസിലാണ്. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ കാണുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിൽ കാണുന്നുണ്ട്, ശ്രീലങ്കയിലും കാണുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പ്രദേശത്ത് എൻഡെമിക് ആണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പ്രദേശത്ത് മാത്രമാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി കാട്ടിൽ വൈൽഡ് ആയിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർ ഇല്ലീഗലി ഓർത്ത് വെക്കുക, ഇല്ലീഗലി ഇതിനെ പെറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് വേൾഡ് വൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനെ കടത്തി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സൈറ്റ്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആൻഡ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറയുടെ സൈറ്റ്സ് പ്രകാരം അപ്പൻഡിക്സ് 1 കാരണം ഇല്ലീഗലായിട്ട് കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 പെട്ട ഒരു ജീവിയാണ്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾണറബിൾ കാറ്റഗറിയിൽപ്പെട്ട ഒരു ജീവിയാണ് ഇതെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നക്ഷത്ര ആമ. കാണാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഇതിന് ഇത്ര ത്രെട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ്സിന്റെ കീഴിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടവരാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അടിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും വലിയ ത്രെട്ടുകൾ നേരിടുന്നുണ്ട്. പോച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഇതിനെ മാംസത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഇല്ലീഗൽ സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോർട്ടോയ്സുകളെ ആൾക്കാർ കടത്തി കൊണ്ടുപോകുന്നത് പിടിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും സീസ് ചെയ്ത ടോർട്ടോയ്സുകളെ വൈൽഡിലേക്കാണ് തിരിച്ചുവിടുന്നതായിട്ടുള്ളത്. പക്ഷേ അത് സർവൈവ് ചെയ്യുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബ്രീഡ് ചെയ്തിട്ടുള്ള ടോർട്ടോയ്സുകളാണെങ്കിൽ അതിന്റെ ഷെല്ലിൽ ഡിഫോർമാലിറ്റീസ് ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബ്രീഡിംഗ് പൊട്ടൻഷ്യലിനെ അത് ബാധിക്കാം. അതുപോലെ തന്നെ അത് നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാലും അതിനവിടെ സർവൈവ് ചെയ്യാൻ പറ്റണം എന്നില്ല എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ കൺസർവേഷനിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് സെപ്പറേറ്റ് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പീഷീസിന്റെ ലീഗൽ സ്റ്റാറ്റസ് സംബന്ധിച്ച് ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ അറസ്റ്റിലാവും, ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം ഇതിനെ പെറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഇല്ലീഗൽ ആണ് എന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി അനുസരിച്ചുകൊണ്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് എടുക്കണമെന്നും അത്തരത്തിൽ മാത്രമേ നാഷണൽ ഇന്റർനാഷണൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസിന്റെ സഹകരണത്തോടുകൂടി കൺസർവേഷൻ സ്ട്രാറ്റജീസ് എടുക്കണം എന്നുള്ളതാണ് ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ചൈനയുമായിട്ടുള്ള നെഗോഷിയേഷൻസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയും ബ്രിക്സിന്റെ മുന്നായിട്ട് ചർച്ചകൾ നടക്കുകയും അതിർത്തിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് പരിഹരിക്കാൻ ട്രൂപ്പുകൾ പിന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചർച്ച നിർത്താൻ പാടില്ല, വീണ്ടും ചൈനയുമായിട്ടുള്ള ചർച്ചകൾ നടത്തണം, പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കപ്പെടണം എന്നാണ് ഓതർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ്, ചൈനയുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യണം എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്.
ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.